വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ അങ്ങനെ അധികം കാണാത്ത റൈറ്റാണ് കേട്ടോ, ഒരു ഡേ ഇൻ മൈ ലൈഫ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പാകത്തിന് കോണ്ടന്റ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് പരിപാടീസ് ഉണ്ട്. അത് എന്താ നമ്മുടെ മഴക്കായിട്ട് ഞാൻ ബാക്കിൽ ആൾ പോയത് നോക്കിയതാണ് കേട്ടോ. കണ്ടോ, ബീച്ച് അപ്പാറായിട്ടുണ്ട്. സത്യം പറയട്ടെ, എനിക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനുള്ള ആ ഒരു പഴയ കോൺഫിഡൻസ് ഒന്നും ഇപ്പം ഇല്ല കേട്ടോ. ഇങ്ങനെ സംസാരിക്കാൻ കിട്ടുന്നില്ല. പുറകിൽ കൂടെ ആൾക്കാർ പോകുമ്പോൾ എൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്കൊക്കെ പാളിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഇൻട്രോ എടുക്കുന്നത് ഈ ഒരു 8:30 8:30 സമയം. അപ്പോൾ ഈ 8:30 ഇങ്ങനെ സൂര്യൻ തലേൻ്റെ മേലെ ഉദിച്ച് നിൽക്കുന്ന സമയത്തല്ലേ. പക്ഷേ ഞാൻ ഇതിന് മുന്നേ തന്നെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത കാരണം കൊണ്ട് ഞാൻ ഇന്നലെ സ്റ്റേ ആക്കിയത് മുതൽക്കുള്ള വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ചധികം പ്ലാൻസ് ഉണ്ട്. നമ്മൾ എവിടെയൊക്കെയാണ് പോകാൻ പോകുന്നത്, എന്തൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 രീതിയിലായിരിക്കും ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ ഞാനിതിനെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫായിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ഉള്ള വീഡിയോസിനെ അപ്പോൾ എടുത്തിട്ട് ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് കുറച്ച് സമയത്ത് വീഡിയോസിനെ ഓരോ ക്ലിപ്പായിട്ട് ഒരു 5 മിനിറ്റ്സ് അങ്ങനെയുള്ളതായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാണിക്കാൻ പറ്റുന്ന അതിൻ്റെ മാക്സിമം വീഡിയോസ് കാണിക്കുക, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇട്ട് തരിക എന്നുള്ള ഒരു ഫീലിൽ സ്റ്റേ വിത്ത് മീ. അപ്പോൾ എന്തായാലും നമുക്ക് ബീച്ച് ഒന്ന് കണ്ടേക്കാം. ഒരു രക്ഷയില്ല കേട്ടോ. രാവിലെ തന്നെ ബീച്ച് വ്യൂ എന്ന് പറയുന്നത്, നടക്കാനുള്ള ആൾക്കാർ ഒരു സൈഡിൽ കൂടെ, ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുള്ള ആൾക്കാർ ഒരു സൈഡിൽ കൂടെ, കുറേ കപ്പിൾസിലേക്ക് കണ്ടുവരുന്നു, അത് വേറെ. പക്ഷേ എപ്പോൾ നോക്കിയാലും കോഴിക്കോട് ബീച്ച്, ഇവിടെ എനിക്ക് എന്തൊക്കെയോ സംതിങ് മിറാക്കിൾ ഈസ് ഹാപ്പനിങ് ഹിയർ. നമ്മൾ സ്റ്റേ ആക്കിയിട്ടുണ്ടായിരുന്നത് ടോക്കിയോയിലാണ്. ഏകദേശം ക്യാപ്സ്യൂളാണ് നമ്മൾ സ്റ്റേ ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഒരു ശവപ്പെട്ടി ലുക്കാണ്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. ശരിക്കും ഫ്രീസറിൽ മരിക്കാതെ തന്നെ കിടക്കുന്നത് പോലെയാണ് കേട്ടോ ടോക്കിയോയിൽ മറ്റേ ക്യാപ്സ്യൂളിൽ കിടക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞാൻ വേഗം ഫ്രഷായിട്ട് എന്താ ചെയ്യുന്നത്, ഹിജാബ് കുത്താണ്. കുറേ ആൾക്കാരിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹിജാബ് സ്റ്റൈൽ ഒന്ന് കാണിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ഹിജാബ് സ്റ്റൈൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടോക്കിയോനെ കുറിച്ച് ആദ്യം ഒന്ന് പറയാം. ടോക്കിയോ ഞാൻ സാധാരണ കോഴിക്കോട് പോകുമ്പോൾ ലോ ഫെയറിലോ അല്ലെങ്കിൽ മറീനയിലോ ഒക്കെയാണ് കൂടുതലും നിൽക്കാറുള്ളത്. പക്ഷേ ഇത് രണ്ടിടത്ത് മാറിയിട്ടാണ് കേട്ടോ നിൽക്കാറുള്ളത്. പിന്നെ ഡോർമർ എന്ന് പറഞ്ഞിട്ടൊരു ഡോർമെറ്ററി ഉണ്ട്, ഇവിടെയൊക്കെയാണ് നിൽക്കാറുള്ളത്. പിന്നെ ടോക്കിയോ പറയുമ്പോൾ കുറേ ഗേൾസിൻ്റെ പറ്റുന്നൊരു ക്യാപ്സ്യൂളുണ്ട് കേട്ടോ. ഡോമ പറയുമ്പോൾ നമുക്കുള്ളൊരു അതിനേക്കാൾ പ്രൈവസി ഈ പറയുന്ന ക്യാപ്സ്യൂളിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ക്യാപ്സ്യൂൾ ഏറെക്കുറെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു മരിക്കുന്നതിന് മുമ്പ് ഫ്രീസറിൽ കയറ്റുന്ന പോലെയാണ്. ഇത്രയും തന്നെ സ്പേസ് ഉള്ളൂ. ഒരു അട്ടപ്പെട്ടി, നമ്മുടെ ഒരു കാർഡ്ബോർഡ് പെട്ടി അടിച്ചിട്ട് അതിലൊരു ബെഡിട്ട് കിടത്തുന്ന അവസ്ഥയാണ്. പിന്നെ പ്രൈവസി ഉണ്ട്. നമ്മുടെ നമുക്കൊരു ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു കർട്ടണും ഒരു പോർഷൻ അടച്ചിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രൈവസി ഉണ്ട്. അപ്പോൾ ഇനി ഹിജാബിൻ്റെ മാറ്ററിലോട്ട് വരാം. AC ആണ് കേട്ടോ, ഫുൾ AC ആണ്. നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. അത് ഹിജാബിലോട്ട് വരുന്നതിന് മുമ്പ് അതും കൂടെ പറയട്ടെ. നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. നല്ല അടിപൊളി ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. ബാത്റൂമൊക്കെ കാണാൻ നന്നായിട്ടുണ്ട്. പിന്നെ മിറർ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെന്താ, ബുക്ക് വായിക്കാനും അതേപോലെ എനി ടൈം ഫ്രീ കോഫി ആൻഡ് ടീ ഒക്കെ ഉണ്ട്. ഞാൻ കുളി കഴിഞ്ഞിട്ട് മറ്റേ ഹിജാബ് വലിച്ചൂരിയ സമയത്ത് നന്നായിട്ട് ഷവർ ഒന്നും കൂടെ ഓൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ട് എൻ്റെ മേലൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. നനഞ്ഞത് നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്തേക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഹിജാബ് കുത്തുന്നത്. ഫ്രണ്ട് കവറേജ്. ബാക്കിലോട്ട് എനിക്ക് കൂടുതലും ബാക്കിൽ നെക്ക് കാണാത്തതുകൊണ്ട് തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വലിച്ച് കുറച്ച് ഭാഗം വലിച്ചിടാറ് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ബാക്കിൽ അങ്ങനെ കവറേജ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഫ്രണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ നമ്മൾ ഹിജാബ് കുത്തുകയാണെങ്കിൽ കേട്ടോ. അത്രയേ ഉള്ളൂ. ജസ്റ്റ് റൗണ്ടായിട്ട് എടുക്കുക, എന്നിട്ട് പിൻ ചെയ്യുക, എന്നിട്ട് വലിച്ചിടുക. പിന്നെ എൻ്റെ രാവിലെ തന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇടുമ്പോഴൊക്കെ കുറേ ആൾക്കാരുടെ അടുത്ത് സ്കേർട്ട് എവിടുന്നാണ് വാങ്ങിയെന്ന് ചോദിക്കാറുണ്ട്. ആക്ച്വലി ഇത് സ്കേർട്ടല്ല, പാൻറ്റാണ് കേട്ടോ. അതൊരു പലാസ, ഒരു സ്കേർട്ട് ടൈപ്പ് പാൻറ്റാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ചെറിയ പൈസയുള്ളൂ, എനിക്കൊന്നും 345 രൂപ അങ്ങനെ എന്തൊക്കെയോ ഉള്ളൂ തോന്നുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ വ്യൂ പ്രൊഡക്ട്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ചെറിയ പൈസയുള്ളൂ. പിന്നെ ടോപ്പ് ഞാൻ നമ്മുടെ അവിടുത്തെ ലോക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ ബസ്സിനൊന്ന് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക്. ഓൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ മക്കളെ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാൻ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെയും ഉഴുന്നോടെയാണ്. കേൾക്കുമോന്ന് അറിയില്ല. ഒരു ചട്നിയും ഒരു മഞ്ഞ കളർ സാമ്പാറും തന്നിട്ട് നോക്കട്ടെ കേട്ടോ. സാമ്പാറല്ല കേട്ടോ, വേറൊരു സാധനം. 2 കളർ ചട്നി ആണല്ലോ. ഓക്കെ, കോഴിക്കോട് ഉഴുന്നോടെ രസം കേട്ടോ. ഞാൻ ചായ പറഞ്ഞിട്ട് ചായ എന്താ പാടെന്ന് പറയാം. വൈകുന്നേരം വരെ ചായ
ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ ഇതൊരു ചായ, പിന്നെ വൈകുന്നേരം വേറൊരു ചായ, ഈ 2 ചായ മാത്രമേ ഞാനിവിടെ കുടിക്കുള്ളൂ. ആക്ച്വലി ഒരു ദിവസം ഞാൻ 8, 10, 12 ചായ കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് എൻ്റെ ഹോർമോൺസൊക്കെ പണിമുടക്കി തുടങ്ങി. അപ്പോൾ ഇത് മാത്രം കേട്ടോ. ഇന്നത്തെ ചായ 2 ചായ കണ്ണൂർ പ്രാർത്ഥിച്ചേക്കാം. ടോക്കിയോൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ അവിടെ ലൈബ്രറി ഉണ്ടെന്ന്. ആക്ച്വലി ഷോർട്സിനെടുത്ത വീഡിയോ ആയതുകൊണ്ട് ഞാനൊന്ന് പരത്തിയതാണ് കേട്ടോ. അത് ഫുൾ സ്ക്രീനിലോട്ട്. അതാണ് ഇങ്ങനെ കുറേ അത്യാവശ്യം നല്ല ബുക്സ് ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഒരു ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയിലെ കടും കാപ്പി. ഓവറോളൊന്നും വായിക്കാൻ മാത്രമേ എനിക്ക് സമയം കിട്ടിയുള്ളൂ കേട്ടോ. അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് വായിച്ച് പോകാനൊന്നും പറ്റിയില്ല. പക്ഷേ നൈസായിട്ട് തോന്നി. നല്ല സ്റ്റോറിയും നല്ല തീമൊക്കെ ആയിട്ട് തോന്നിട്ടോ. പിന്നെ അവിടെ തന്നെ ഒരു സ്പേസ് ഉണ്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാകത്തിന്. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ, അതായത് ഈ വീഡിയോയിൽ തൊട്ട് മുന്നത്തെ വീഡിയോ ഞാൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. പിന്നെ ഈ ഒരു കുട്ടിയായിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു ഇൻ്റർവ്യൂ സെഷൻ പോലെ കുറച്ച് നേരം ഒന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെയുള്ള ഒരു കുട്ടിയായിരുന്നു. ഞാൻ നോക്കട്ടെ, അവർക്ക് കുറച്ച് പ്രൈവസി കൺസേൺസ് ഒക്കെ ഉണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഇൻ്റർവ്യൂ കൂടെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അവൾക്കൊരു സ്റ്റോറി ഉണ്ട് കിഡിലൻ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഈ ഇടയിലെ ഹോട്ടലില്ലേ അതിൻ്റെയൊക്കെ അടുത്തായിട്ട് ഉള്ളൊരു ജ്യൂസ് ഷോപ്പിലോട്ടാണ് കേട്ടോ. അവിടെ പോയിട്ട് നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ വൈകുന്നേരത്ത് നമ്മുടെ നാട്ടിലെത്തി. നാട്ടിൽ നിന്ന് നമ്മുടെ TNTന്ന് ഷവായ അടിച്ച്. അതായിരുന്നു വേറൊരു ഹൈലൈറ്റ് ഉണ്ടായിരുന്നത്. TNTയിലെ ഷവായ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മളൊരു ഷവർമയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷവായും ഷവർമയൊക്കെ കഴിച്ച് എന്തൊക്കെ പറഞ്ഞാലും ലോകത്ത് എവിടെയൊക്കെ പോയിട്ട് ഊരൊക്കെ തെണ്ടിയിട്ട് വരുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സാധനം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഫുഡാണ്. അതെനിക്ക് ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. എവിടെയെങ്കിലും പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെ ഫുഡ് ഞാൻ അങ്ങോട്ട് കയറി മിസ് ചെയ്യും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.